പുതിയൊരു സൊമാറ്റോ വീഡിയോയിലേക്ക് സ്വാഗതം. ട്രെയിൻ സർജൊക്കെ ഉണ്ട്. 4 ചിക്കൻ ബിരിയാണിയാണ്. പൂജപ്പുര ജംഗ്ഷനിലോട്ട് പോകാം. 40 രൂപയുടെ ഓർഡറാണ്. അഗൈൻ നമ്മൾ കുമാർ കഫേയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഓർഡർ റെഡി ആയിട്ടുണ്ട്. PSC എന്തോ എക്സാം നടക്കുന്നത്. ഇതാണ് എന്റെ സെറ്റപ്പ്. നെക്സ്റ്റ് പിക്കപ്പ് ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. 50 രൂപയാണ് കിട്ടിയത്. നമ്മുടെ സാധനം കിട്ടിയിട്ടുണ്ട്. കിള്ളിപ്പാലം കരമനയാണ്. ആ വണ്ടി ചാർജ് ഇട്ട് വെച്ചിരിക്കുന്നത്. അടുത്തത് കട്ട് ഫ്രൂട്ട് 500 ഗ്രാം. ഇന്നൊരു ശനിയാഴ്ചയാണ്. ശനിയാഴ്ച നമുക്ക് ഉച്ചയ്ക്ക് വർക്ക് ചെയ്ത് 800 രൂപ കിട്ടുമെന്ന് നോക്കാം. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന ഷിഫ്റ്റ് ഉച്ചയ്ക്ക് 12 to 3 മണി വരെയാണ്. നമ്മുടെ വീക്കെൻഡ് ആയിട്ട് ഉച്ചയ്ക്ക് ഓർഡേഴ്സ് ഒക്കെ ഉണ്ടാകുന്ന നോക്കാം. നല്ല മഴയുണ്ട്. റെയിൻ സർജ് ഒക്കെ ഓൺ ആണെന്ന് തോന്നുന്നു. നമ്മുടെ വണ്ടിയൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാഗ് എടുത്ത് വെക്കണം. എൻ്റെ സൊമാറ്റോ ഡ്രസ്സ് എല്ലാം വെള്ളത്തിൽ കിടക്കുകയാണ്. ഇതെൻ്റെ സ്പെയർ ഡ്രസ്സാണ്, പഴയതാണ്. ബനിയൻ്റെ പുറത്തൂടെയൊക്കെ ഇടാൻ പറ്റുന്ന സെറ്റപ്പ്. നമ്മുടെ വണ്ടിയിൽ പുതിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. ഒരു ദിവസമാണെങ്കിൽ ഇതാ ഇങ്ങനെ രാവിലെ എണീച്ച് നോക്കിയപ്പം ഓഡോമീറ്റർ ഫുൾ റീസെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ 3000 കിലോമീറ്റർ ഓടിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. സംഭവം എന്താണെന്ന് അറിഞ്ഞൂടാ. ഇപ്പം 100 മീറ്റർ ഓടാൻ നേരത്ത് 1 കിലോമീറ്റർ ആയെന്നാണ് നമ്മുടെ ഓഡോമീറ്റർ കാണിക്കുന്നത്. സമയം കിട്ടുമ്പോൾ നമ്മുടെ ഓല സർവീസ് സെന്ററിൽ കൊണ്ട് കാണിക്കണം. മഴയാണ്ട് ആ ബ്രേക്കിന്റെ ഇഷ്യൂ വീണ്ടും വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിന്ന് പോകും. അപ്പം ഞാൻ സെൻസർ ഒരു വിട്ടും കൊടുത്തും അങ്ങനെയൊക്കെയാണ് പോകുന്നത്. എനിവേ നമുക്ക് എന്തായാലും ഓൺലൈൻ ആവാം. റെയിൻ സർജൊക്കെ ഉണ്ട്. ഗ്യാരണ്ടീഡ് ഓർഡർ ഒന്നും ഒരിടത്തൊന്നും പറയുന്നില്ല. എന്തായാലും നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് ഓർഡർ ഒന്നും വന്നില്ലെങ്കിൽ റെയിൻ കോട്ട് ഒക്കെ ഇട്ട് സിറ്റിക്കകത്തോട്ട് ഇറങ്ങും. അങ്ങനെ 12-11 ആയപ്പോൾ ഓർഡർ വരുന്നുണ്ട്. നമുക്ക് എവിടെ നിന്ന് നോക്കാം. കുമാർ കഫേ എന്നാണ് ഓർഡർ. 71 രൂപയുടെ ഓർഡറാണ്. 25 രൂപ റെയിൻ സർജ് ഉണ്ട്. ഓക്കെ, ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. നമുക്ക് പെട്ടെന്ന് ബാഗ് എടുത്ത് വെച്ചിട്ട് കുമാർ കഫേയിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് പിക്കപ്പ് ലൊക്കേഷനായ കുമാർ കഫേയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്ത് നമ്മുടെ ഓർഡർ എന്തായാലും നോക്കാം. റീച്ച്ഡ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓർഡർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പോയി നമ്മുടെ ഓർഡർ പിക്ക് ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ സാധനം കിട്ടിയിട്ടുണ്ട്. 4 ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ. കുറച്ച് ഹെവി ഓർഡറാണ്. ഓക്കെ, എനിവേ ഇതുകൊണ്ട് നമ്മളെ വണ്ടിക്കകത്ത് വെച്ചിട്ട് എവിടെയാണ് കൊണ്ട് കൊടുക്കാനുള്ളത് നോക്കാം. സോ നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ള ലൊക്കേഷൻ പൂജപ്പുരയാണ്. ഇവിടെ തൊട്ട് പൂജപ്പുര വരെ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ നോക്കാം. 4.3 കിലോമീറ്ററേ ഉള്ളൂ. 11 മിനിറ്റ് വേണമെന്നാണ് നമ്മുടെ ഗൂഗിൾ മാപ്പ് പറയുന്നത്. ഗൈസ്, നല്ല മഴക്കോളൊക്കെ ഉണ്ട്, പക്ഷേ ഭയങ്കര ചൂട്. മഴയാണെങ്കിലും നല്ല ചൂടുണ്ട്. എനിവേ അപ്പോൾ നമുക്ക് നേരെ നമ്മളെ ഡെലിവറി ലൊക്കേഷനിലോട്ട് പോവാം. സോ അങ്ങനെ നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ഡെലിവറി ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഹൗസ് നമ്പർ 94. അവിടെയാണ് നമുക്ക് ഡെലിവറി ചെയ്യാനുള്ളത്. ഹൗസ് നമ്പർ 85 ആയതേ ഉള്ളൂ. ഇനി മുന്നോട്ട് പോകണമെന്നാണ് തോന്നുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ 94 കണ്ടുപിടിച്ചിരിക്കുകയാണ്. കസ്റ്റമർ ഇതാ പുറത്തുണ്ട്. സോ അങ്ങനെ നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. നമുക്ക് എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം. 66 രൂപയാണ് കിട്ടിയത്. നമ്മൾ ഓർഡർ ചെയ്ത് 5.8 കിലോമീറ്ററാണ്. 37 മിനിറ്റ് എടുത്ത്. 25 രൂപ റെയിൻ സർജ് ആണ് കേട്ടോ. ഓക്കെ, ഗോ ടു നെക്സ്റ്റ് ഓർഡർ പോവാം. നമ്മളിപ്പോൾ ഉള്ളത് പൂജപ്പുരയാണ്. മഴയും വെയിലും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വെയിലായി. കുറച്ച് മുമ്പേ മഴ. ഒരു 3 മണി വരെയും റെയിൻ സർജ് തന്നെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നമ്മുടെ എല്ലാ ഓർഡറും റെയിൻ സർജ് കിട്ടിയാൽ അടിപൊളിയായിരിക്കും. എനിവേ നമ്മളിപ്പോൾ ഉള്ളത് പൂജപ്പുരയാണ്. നമുക്ക് പൂജപ്പുര ജംഗ്ഷനിലോട്ട് പോകാം. അവിടെ അസീസ് ഹോട്ടലൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഓർഡർ അടിച്ചില്ലെങ്കിൽ നമുക്ക് കിള്ളിപ്പാലം കരമന റൂട്ട് പിടിക്കാം. ഓക്കെ, ഓഫ് ടു പൂജപ്പുര. പൂജപ്പുര ജംഗ്ഷനിലെത്തിയപ്പോൾ അടുത്ത ഓർഡർ അടിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. കുമാർ കഫേ എന്നാണ് ഓർഡർ. 46 രൂപയുടെ ഓർഡർ കണ്ടാണ്. ഓക്കെ, 40 രൂപയുടെ ഓർഡറാണ്. ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. റെയിൻ സർജ് അതിലും ആഡ് ആയിട്ടുണ്ട്. 25 രൂപ. ഇവിടെ നിന്ന് കുമാർ കഫേ ഒരു ഏകദേശം 2 കിലോമീറ്റർ അങ്ങാണ്ടുണ്ട്. നമ്മളിതാ ഉള്ളത് പൂജപ്പുര, നമ്മുടെ ഈ സർക്കിളിൻ്റെ അവിടെയാണ്. നമുക്ക് നേരെ നമ്മുടെ അടുത്ത വീണ്ടും കുമാർ കഫേയിലോട്ട് പോകാം. അഗൈൻ നമ്മൾ കുമാർ കഫേയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് വണ്ടി ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഓർഡർ എന്തായാലും നോക്കാം. ഓർഡർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പോയി നമ്മുടെ ഓർഡർ പിക്ക് ചെയ്തിട്ട് വരാം. അങ്ങനെ സാധനം കിട്ടിയിട്ടുണ്ട്. ഒരു ചിക്കൻ ബിരിയാണിയും ഒരു വെജ് കടായിയാണ് ഓർഡർ. ഇത് നമ്മുടെ വണ്ടിക്കകത്ത് വെച്ചിട്ട് എവിടെയാണ് കൊണ്ട് കൊടുക്കാനുള്ളത് നോക്കാം. നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ. ഇനിയാണെങ്കിൽ ചൂടെടുത്ത് പൊള്ളും. സോ അപ്പോൾ നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ള ലൊക്കേഷൻ കാലടിയിലുള്ള SBI ബാങ്കിലാണ്. ഇവിടം തൊട്ട് ബാംഗ്ലൂർ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കാം. 3.6 കിലോമീറ്റർ ഉണ്ട്. 10 മിനിറ്റ് വേണമെന്നാണ് നമ്മളെ ഗൂഗിൾ മാപ്പ് പറയുന്നത്. അപ്പം നമുക്ക് നേരെ നമ്മുടെ കാലടിയിലുള്ള SBIയിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ അടുത്ത ഡെലിവറി ലൊക്കേഷനായ SBI ബാങ്കിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആക്ച്വലി ഇത് കാലടി അല്ല, മരുതൂർ കടവിലാണ് ഈ സംഭവം ഇരിക്കുന്നത്. പക്ഷേ കാലടി ബ്രാഞ്ച് എന്നാണ് പറയുന്നത്. എനിവേ പുറത്ത് നമ്മുടെ കസ്റ്റമറൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് കസ്റ്റമർ അകത്തായിരിക്കും. എനിവേ ബാങ്കല്ലേ, നമുക്ക് കസ്റ്റമറിനെ വിളിക്കാം. ഹലോ, സൊമാറ്റോ എന്നാണ്. ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. അങ്ങനെ ആ ഓർഡറും ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. നമുക്ക് എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം. 64 രൂപയാണ് കിട്ടിയത്. നമ്മൾ ഓടിയത് 5.7 കിലോമീറ്ററാണ്. 25 മിനിറ്റ് എടുത്ത്.
25 രൂപ റേഞ്ച് ചാർജാണ്. ഓക്കെ, ഗോ ടു നെക്സ്റ്റ് ഓർഡർ പോവാം. ഉടനെ തന്നെ മലബാർ ഹോട്ടലിൽ നിന്ന് ഓർഡർ അടിക്കുന്നുണ്ട്. ഈ നമ്മുടെ കാലടി ജംഗ്ഷനിലാണ് ഈ മലബാർ ഹോട്ടൽ. ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. മലബാർ ഹോട്ടൽ വരെ ഇവിടെ നിന്ന് വലിയ ദൂരമൊന്നുമില്ല, ഏകദേശം ഒരു 1 കിലോമീറ്ററിന് താഴെ കാണുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ അടുത്ത പിക്കപ്പ് ലൊക്കേഷനായ മലബാർ ഹോട്ടലിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ കാലടിയിലുള്ള മലബാർ ഹോട്ടലിൻ്റെ മുമ്പിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് വണ്ടി സൈഡിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഓർഡർ എന്തിനാണ്. ഓക്കെ, ദാ റീച്ച്ഡ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓർഡർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പോയി നമ്മുടെ ഓർഡർ പിക്ക് ചെയ്തിട്ട് വരാം. നമ്മുടെ കാലടി സ്കൂളിൽ PSCയുടെ എന്തോ എക്സാം നടക്കണം തോന്നുന്നു. ഓക്കെ, ദാ സാധനം കിട്ടിയിട്ടുണ്ട്. ഒരു ബീഫ് ബിരിയാണിയാണ് ഓർഡർ. നിങ്ങൾ PSCയുടെ എക്സാം എഴുതാറുണ്ടോ ഗൈസ്? ഞാൻ എഴുതിയിട്ട് കുറച്ച് നാളായി, ഇപ്പോൾ ഒന്നും വന്നിട്ടില്ല പുതിയതായിട്ട്. ഇടയ്ക്ക് കഴിഞ്ഞ മാസം എങ്ങാണ്ട് ഒരെണ്ണം ഉണ്ടായിരുന്നു, അതുപോലെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ SSCയുടെ എക്സാം എഴുതി GD എനിക്ക് കിട്ടിയായിരുന്നു ഗൈസ്. 2 സെൻറ്റിമീറ്റർ ഹൈറ്റ് കുറവായതുകൊണ്ട് അവിടെ നിന്ന് നമ്മുടെ ഫിസിക്കലിന് പറഞ്ഞു വിട്ടു. ആ 2 സെൻറ്റിമീറ്റർ ഹൈറ്റ് കൂടുതലുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ജോലിക്ക് കയറായിരുന്നു. എനിവേ അതല്ല ഗൈസ്, എൻ്റെ കൂടെ വന്ന വേറെ ഒരുത്തിന് 0.3 സെൻറ്റിമീറ്റർ ഹൈറ്റ് കുറവായതുകൊണ്ട് അവർ പറഞ്ഞു വിട്ടു. പാവം. എനിവേ നമ്മുടെ ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് എവിടെയാണ് കൊണ്ട് കൊടുക്കാനുള്ളതെന്ന് നോക്കാം. അപ്പോൾ പുളിമൂടാണ് നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ളത്. ഇവിടം തൊട്ട് പുളിമൂട് വരെ 4 കിലോമീറ്റർ എങ്ങാണ്ട് ഉണ്ടെന്നാണ് നമ്മൾ ഗൂഗിൾ മാപ്പ് പറയുന്നത്. 12 മിനിറ്റ് വേണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ അടുത്ത ഡെലിവറി ലൊക്കേഷനായ പുളിമൂടോട്ട് പോകാം. നെക്സ്റ്റ് ഡെലിവറി ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. CSI ബിൽഡിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏതാണ് CSI ബിൽഡിംഗ്? നമ്മളെ ഗൂഗിൾ മാപ്പിൽ എടുത്ത് നോക്കാം. നമ്മൾ റീച്ച് ആയൊന്നുമില്ല, കുറച്ചുകൂടെ മുന്നോട്ട് പോകണമെന്ന് പറയുന്നു. CSI ബിൽഡിംഗ് ഇവിടെയൊന്നും കാണാനില്ലല്ലോ. ഇതാണ് കേട്ടോ CSI ബിൽഡിംഗ്. ഇതിൻ്റെ മുകളിൽ കയറി പോകേണ്ടത്. ഹലോ, ഞാൻ ഈ CSI ബിൽഡിങ്ങിൻ്റെ മുമ്പിലുണ്ട്. സൊമാറ്റോ എന്നാണ്. ആ ഓക്കെ ഓക്കെ. അപ്പം നമുക്ക് 3rd ഫ്ലോറിലാണ് കൊണ്ട് കൊടുക്കാൻ. JDA. നമുക്കപ്പോൾ ഇത് കൊണ്ട് കൊടുത്തിട്ട് വരാം. ലിഫ്റ്റ് ഉള്ളത് കൊണ്ട് കൊള്ളാം, അല്ലെങ്കിൽ 3rd ഫ്ലോർ വരെ ഈ റെയിൻ കോട്ട് ഇട്ടുകൊണ്ട് കയറി ഇറങ്ങേണ്ടി വന്നു. പിന്നെ കുറേ പേര് ചോദിക്കുന്നു എങ്ങനെയാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ സെറ്റപ്പ്. ഇതെൻ്റെ ഫോണാണ്. ഇപ്പോൾ ഞാൻ പുതിയതായിട്ട് വെച്ച മൈക്ക് അതിന് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഫോണിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് മറ്റേ ചെസ്റ്റ് മൗണ്ടാണ്, അതിൻ്റെ ഇടയിൽ കയറ്റി ഫോൺ വെച്ചിരിക്കുന്നു. ദാറ്റ്സ് ഓൾ. ക്യാമറയൊന്നുമില്ല, എല്ലാം ഫോണിൽ തന്നെ. ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും എല്ലാം ഫോണിൽ തന്നെ. ഓക്കെ, നമ്മൾ ആ 3rd ഫ്ലോറിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതുകൊണ്ട് ഡെലിവറി ചെയ്യാം നമുക്ക്. സോ അങ്ങനെ ആ ഓർഡറും ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. നമുക്ക് എത്ര രൂപ കിട്ടി നോക്കാം. 48 രൂപയാണ് കിട്ടിയത്. നമ്മൾ ഓടിയത് 5.2 കിലോമീറ്ററാണ്. 21 മിനിറ്റ് എടുത്തു. ഓക്കെ, ഗോ ടു നെക്സ്റ്റ് ഓർഡർ പോകാം. എന്താ ഉടനെ തന്നെ അടുത്ത ഓർഡർ വരുന്നുണ്ട്. ആസിഫ് ബിരിയാണി എന്നാണ് ഓർഡർ. 50 രൂപയുടെ ഓർഡറാണ്. 30 രൂപ ടിപ്പൊക്കെ ഉണ്ട്. ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. എവിടുത്തെ ആസിഫ് ബിരിയാണിയാണോ എന്തോ. ഓക്കെ, ഇത് നമ്മുടെ അരിസ്ട്രോ ജംഗ്ഷനിലുള്ള ആസിഫ് ബിരിയാണിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പുളിമൂടാണ്. ഇവിടം തൊട്ട് അരിസ്ട്രോ ജംഗ്ഷൻ വരെ ഏകദേശം 1.5 കിലോമീറ്റർ എങ്ങാണ്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അടുത്ത പിക്കപ്പ് ലൊക്കേഷനായ അരിസ്ട്രോ ജംഗ്ഷനിലുള്ള ആസിഫ് ബിരിയാണിയിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് പിക്കപ്പ് ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് വണ്ടി ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഓർഡർ എന്തിനാണ്. ഓർഡർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വണ്ടി സൈഡിൽ എവിടെയെങ്കിലും ഇതാ ഇവിടെ ഒതുക്കി വയ്ക്കാം. ഫുള്ള് കട്ടറൊക്കെയാണ്. പെട്ടെന്ന് പോയി തന്നെ നമ്മുടെ ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട്. സാധനം കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് നമ്മളെ വണ്ടിയിൽ വെച്ചിട്ട് നമ്മളെ ഡെലിവറി ലൊക്കേഷൻ എവിടെയെന്ന് നോക്കാം. സോ നമുക്കൊണ്ട് കൊടുക്കാനുള്ളത് പുളിമൂടാണ്. ഇവിടെ നിന്ന് ഏകദേശം 800 മീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ. 3 മിനിറ്റ് മതി എന്നാണ് നമ്മളെ ഗൂഗിൾ മാപ്പ് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ ആ ഡെലിവറി ലൊക്കേഷനിലോട്ട് പോകാം. അങ്ങനെ ഇന്നത്തെ 3ാമത്തെ ഡെലിവറി ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ വളവിലാണെന്നാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. എനിവേ നമുക്ക് ഫോൺ എടുത്ത് റീച്ച് കൊടുക്കാം. പുറത്ത് കസ്റ്റമറിനെ ഒന്നും കാണാത്ത സ്ഥിതിക്ക് വിളിച്ചു നോക്കാം. ഹലോ, സൊമാറ്റോ ആണേ. ആ ഓക്കെ. അങ്ങനെ ആ ഓർഡറും ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. നമുക്ക് എത്ര രൂപ കിട്ടി നോക്കാം. 50 രൂപയാണ് കിട്ടിയത്. നമ്മൾ ഓടിയത് 2.3 കിലോമീറ്ററാണ്. 14 മിനിറ്റ് എടുത്ത്. ഓക്കെ, ഉടനെ തന്നെ അടുത്ത ഓർഡർ വരുന്നുണ്ട്. ന്യൂ മുബാറക് റെസ്റ്റോറൻറ്റിൽ നിന്നാണ്, സ്റ്റാച്യൂലുള്ളത്. ഓക്കെ, നമുക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. ഈ റെസ്റ്റോറൻറ്റ് ഇവിടെ തൊട്ടടുത്താണ്. ഒരു 450 മീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ. 2 മിനിറ്റ് മതി എന്നാണ് നമ്മളെ ഗൂഗിൾ മാപ്പ് പറയുന്നത്. ഇതൊരു മുടുക്കിനകത്തിരിക്കുന്ന റെസ്റ്റോറൻ്റാണ്. നമ്മളെ സെക്രട്ടേറിയറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലൊക്കെ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അടുത്ത പിക്കപ്പ് ലൊക്കേഷനിലോട്ട് പോവാം. അതുകൊണ്ട് ഈ മുടുക്കിനകത്താണ് നമ്മുടെ ന്യൂ മുബാറക് ഹോട്ടൽ. ആ ഹോട്ടലിൽ അങ്ങോട്ട് വണ്ടി പോകില്ല. ഇവിടെ എവിടെയെങ്കിലും വണ്ടി വച്ചിട്ടാണ് അങ്ങോട്ട് കയറി പോകാൻ. അതുകൊണ്ട് കേട്ടോ, ന്യൂ മുബാറക് ദ ഹോംലി റെസ്റ്റോറൻറ്റ്. കേട്ടോ, സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. എന്താ നമുക്ക് വണ്ടി ഈ സൈഡിലോട്ട് എങ്ങാനും നിൽക്കാം. ഓക്കെ, ഇതാ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് സേഫായിട്ട്. ഇതാ നമുക്ക് നമ്മുടെ ഓർഡർ എന്തായാലും നോക്കാം. സോ നമ്മുടെ ഓർഡർ റെഡി ആയിട്ടുണ്ട്. ഒരു മീൽസാണ് ഓർഡർ. അപ്പോൾ നമുക്ക് നമ്മുടെ ഓർഡർ പിക്ക് ചെയ്തിട്ട് വരാം.
ഉച്ചയായതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഹോട്ടലിൽ നിന്ന് നല്ല മീൻ ഫ്രൈയുടെ മണമൊക്കെ വരുന്നുണ്ട്. എനിവേ അപ്പോൾ നമുക്ക് നമ്മുടെ ഓർഡർ പിക്കഡ് കൊടുക്കാം. അപ്പോൾ നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ള ലൊക്കേഷൻ കുന്നുവഴിയാണ്. ഇതുകൊണ്ട് നമ്മൾ ബാഗിനകത്ത് വെച്ചിട്ട് ഇവിടം തൊട്ട് നമ്മൾ ഡെലിവറി ലൊക്കേഷൻ വരെ എത്ര കിലോമീറ്റർ ഉണ്ടെന്നോ. അപ്പം നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ള ഡെലിവറി ലൊക്കേഷനും ഇവിടെ അടുത്താണ്. 900 മീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ. 3 മിനിറ്റ് മതി എന്നാണ് നമ്മളെ ഗൂഗിൾ മാപ്പ് പറയുന്നത്. അപ്പം നമുക്ക് നേരെ അടുത്ത ഡെലിവറി ലൊക്കേഷനിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ അടുത്ത ഡെലിവറി ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മളെ ജനറൽ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റുള്ള മഞ്ജു സ്റ്റോർ എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മഞ്ജു സ്റ്റോർ ഇവിടെയൊന്നും കാണാനില്ലല്ലോ. മഞ്ജു സ്റ്റോർ, ഇത് തന്നെ. അകത്തോട്ട് കൊണ്ടുപോയി നോക്കാം ഫുഡ്. അപ്പോൾ അവിടെ കസ്റ്റമർ കാണുമായിരിക്കും, ഇല്ലെങ്കിൽ വിളിച്ചു. അടുത്ത എന്തെങ്കിലും നേരത്തെ വിളിക്കുന്നത്. ഗൈസ് 20 രൂപ ടിപ്പും കിട്ടി. എനിവേ ആ ഓർഡർ ഡെലിവേർഡ് കൊടുക്കാൻ നമുക്ക് എത്ര രൂപ കിട്ടിയെന്നോ. 20 രൂപയാണ് കിട്ടിയത്, 20 രൂപ ടിപ്പ്. അങ്ങനെ 40 രൂപ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓടിയത് 1.3 കിലോമീറ്ററാണ്. എല്ലാം കൂടെ ഓടിയതാണ് കേട്ടോ. 10 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. ഓക്കെ, ഗോ ടു നെക്സ്റ്റ് ഓർഡർ പോകാം. ഉടനെ തന്നെ അടുത്ത ഓർഡർ വരുന്നുണ്ട്. ബാർബിക്യൂ സ്പൈസി എന്നാണ് ഓർഡർ. വഴുതക്കാടുള്ള ബാർബിക്യൂ സ്പൈസ് ആണ്. ഓക്കെ, നമുക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. സോ നമ്മളിപ്പോൾ ഉള്ളത് ജനറൽ ഹോസ്പിറ്റലാണ്. ഇവിടുന്ന് നമ്മുടെ വഴുതക്കാടുള്ള ബാർബിക്യൂ സ്പൈസ് വരെ ഏകദേശം ഒരു 1.5-2 കിലോമീറ്റർ എങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് നേരെ അടുത്ത പിക്കപ്പ് ലൊക്കേഷനിലോട്ട് പോകാം. അങ്ങനെ നെക്സ്റ്റ് പിക്കപ്പ് ലൊക്കേഷനായ ബാർബിക്യൂ സ്പൈസിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് നമ്മുടെ ഓർഡർ എന്തായാലും നോക്കാം. ഗൈസ്, ആ മുബാറക് ഹോട്ടലിൽ നിന്ന് ആ മീൻ പിടിക്കണ മണം അടിച്ചതിന് ശേഷം ഭയങ്കര വിശപ്പ്. ഞാൻ രാവിലെ എന്തൊരു ഇഡ്ഡലി എന്തോ കഴിച്ചതാണ്. എനിവേ നമുക്ക് റീച്ച് കൊടുക്കാം. നമ്മുടെ ഓർഡർ റെഡി ആയിട്ടില്ല കേട്ടോ. ഇനിയും 2 മിനിറ്റ് എടുക്കുമെന്നാണ് പറയുന്നത്. ഒരു അൽഫാം മന്തിയാണ് ഓർഡർ. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ഓർഡർ റെഡി ആവുന്നവരെ അവിടെ വെയിറ്റ് ചെയ്യും. അങ്ങനെ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ഓർഡർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പോയി ഓർഡർ പിക്ക് ചെയ്തിട്ട് വരാം. സോ അങ്ങനെ നമ്മുടെ സാധനം കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് നമ്മുടെ വണ്ടിക്കകത്ത് വെച്ചിട്ട് എവിടെയാണ് കൊണ്ട് കൊടുക്കാനുള്ളതെന്ന് നോക്കാം. അപ്പം നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ള ലൊക്കേഷൻ കിള്ളിപ്പാലം കരമനയാണ്. ഇവിടം തൊട്ട് കിള്ളിപ്പാലം വരെ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കാം. 3.2 കിലോമീറ്റർ ഉണ്ട്. 13 മിനിറ്റ് വേണമെന്നാണ് നമ്മളെ ഗൂഗിൾ മാപ്പ് പറയുന്നത്. അപ്പം നമുക്ക് നേരെ നമ്മളെ ഡെലിവറി ലൊക്കേഷനിലോട്ട് പോകാം. അങ്ങനെ അടുത്ത ഡെലിവറി ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഹൗസ് നമ്പർ 83ലാണ് നമുക്ക് ഡെലിവറി ചെയ്യാനുള്ളത്. 85 താണ്ട 85 83 കണ്ടില്ല. 83 ഫ്രണ്ടിലോട്ടായിരിക്കും. അതാ ഇതാണെന്ന് തോന്നുന്നു. കസ്റ്റമർ വെളിയിലുണ്ട്. അങ്ങനെ ആ ഓർഡറും ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു. ക്യാഷ് കളക്ട് ചെയ്തിട്ടുണ്ട് 280 രൂപ. ഓക്കെ, ഡെലിവേർഡ് കൊടുക്കാം. നമുക്ക് എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം. 36 രൂപയാണ് കിട്ടിയത്. നമ്മൾ ഓടിയത് 5.6 കിലോമീറ്ററാണ്. 28 മിനിറ്റ് എടുത്തു. ഓക്കെ, ഗോ ടു നെക്സ്റ്റ് ഓർഡർ പോകാം. മണിയാണെങ്കിൽ 2:38 ആയിട്ടുണ്ട്. 3 മണി വരെയാണ് നമ്മളെ ഷിഫ്റ്റ്. നമ്മളിപ്പോൾ ഉള്ളത് കിള്ളിപ്പാലത്താണ്. നമുക്ക് കുമാർ കഫേയിൽ അങ്ങോട്ട് പോകാം. അവിടെ പോകുമ്പോൾ വല്ല ഓർഡറൊക്കെ അടിക്കുമായിരിക്കും. നമുക്ക് മറ്റേ ഓർഡർ ഫൈൻഡറിൽ ഓർഡർ വല്ലതും ഉണ്ടാകും നോക്കാം. ഓർഡർ ഉണ്ട് കേട്ടോ. ഓക്കെ, ഡ്രോപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂ കൊടുക്കാം. ഇപ്പം തന്നെ നമുക്ക് ഓർഡർ വരുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നത് കുമാർ കഫേയിൽ നിന്ന് തന്നെ വരും. കുമാർ കഫേയിൽ ഒരു ദിവസം എന്തുമാത്രം ഓർഡേഴ്സ് വരുന്നുണ്ടാവുന്നത്. ഇത് എത്ര രൂപയുടെ കച്ചവടം നടക്കുന്നുണ്ട്? നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ കുമാർ കഫേയിൽ എത്ര രൂപയുടെ കച്ചവടം നടക്കുമെന്ന് കമൻറ്റ് ചെയ്യുക. ഓർഡർ വരുന്നുണ്ട്. കുമാർ കഫേയിൽ നിന്ന് തന്നെ 20 രൂപയുടെ ഓർഡറാണ്. ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്കിനി കുമാർ കഫേയിലോട്ട് പെട്ടെന്ന് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് സെലക്ട് ചെയ്ത് ഓർഡർ എടുക്കുകയാണെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. സംഭവം അവിടെ ഉള്ള ഓർഡർ പ്രിപ്പയർ ആവും മുമ്പേയൊക്കെ നമുക്ക് ഈ ഓർഡർ അടിച്ച് തരും. അതാണ് ഈ ഐറ്റത്തിൻ്റെ ഒരു പരിപാടി. എനിവേ, അപ്പോൾ നമുക്ക് നേരെ അടുത്ത പിക്കപ്പ് ലൊക്കേഷനായ കുമാർ കഫേയിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ വീണ്ടും കുമാർ കഫേയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് 3ാമത്തെ തവണയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, നമുക്ക് വണ്ടിയുടെ പാർക്ക് ചെയ്ത് നമ്മുടെ ഓർഡർ എന്തായിരുന്നു. റീച്ച്ഡ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓർഡർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു ചില്ലി ഗോബി പിന്നെ 4 കോയിൻ പൊറോട്ടയാണ് ഓർഡർ. നമുക്ക് പോയി നമ്മുടെ ഓർഡർ പിക്ക് ചെയ്തിട്ട് വരാം. സോ അങ്ങനെ സാധനം കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് നമ്മളെ വണ്ടിക്കകത്ത് വെച്ചിട്ട് എവിടെയാണ് കൊണ്ട് കൊടുക്കാനുള്ളത് നമുക്ക്. സോ തക്കാടാണ് നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ളത്. നമ്മളെ ഗൂഗിൾ മാപ്പിൽ നോക്കാം. ഇവിടെ തൊട്ട് തക്കാട് ഒരു എത്ര കിലോമീറ്റർ ഉണ്ട്? 1.5 കിലോമീറ്ററേ ഉള്ളൂ. 4 മിനിറ്റ് മതി എന്നാണ് നമ്മളെ ഗൂഗിൾ മാപ്പ് പറയുന്നത്. ഇതായിരിക്കും നമ്മളെ ലാസ്റ്റ് ഓർഡർ. മണിതാ 2:51 ആയിട്ടുണ്ട്. നല്ല കിടില മഴയും വരുന്നുണ്ട്. ഈ മഴ ഇത്രയും നേരം എവിടെ പോയി കിടന്നുണ്ട്? എൻ്റെ ഷിഫ്റ്റ് തീരാറായതും മഴ വരുന്നു. നല്ല കാറ്റും നല്ല ചാറ്റലൊക്കെ ഉണ്ട്. എനിവേ, അപ്പോൾ നമുക്ക് നേരെ നമ്മൾ ഡെലിവറി ലൊക്കേഷനിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ ഡെലിവറി ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഹൗസ് നമ്പർ ഒന്നും കൊടുത്തിട്ടില്ല. നമുക്ക് മാപ്പിൽ നോക്കാം. നമ്മൾ റീച്ച്ഡ് ആയി വന്നു. റീച്ച്ഡ് ആയിട്ടുണ്ടെന്നാണ് മാപ്പിൽ കാണിക്കുന്നത്. പുറത്ത് കസ്റ്റമറിനെ ഒന്നും കാണാത്ത സ്ഥിതിക്ക് നമുക്ക് വിളിച്ച് നോക്കാം. ഗൈസ്, കസ്റ്റമർ ഇതാ പുറകെ നിന്ന് വിളിക്കുന്നുണ്ട്. നമുക്കിത് കൊണ്ട് ഡെലിവറി ചെയ്തിട്ട് വരാം. അതെ. സോ അങ്ങനെ ആ ഓർഡറും ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഇതിൽ റെയിൻ സർജും കൂടെ ആഡ് ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എനിവേ, ഡെലിവേർഡ് കൊടുക്കാം. എത്ര രൂപ കിട്ടി കാണുമെന്തോ.
20 രൂപയെ കിട്ടിയുള്ളൂ. നമ്മൾ ഓടിയത് 2.3 കിലോമീറ്ററാണ്, 18 മിനിറ്റ് എടുത്തു. ഓക്കെ, ഗോ ടു നെക്സ്റ്റ് ഓർഡർ പോവാം. മണിതാ 2:57 ആയിട്ടുണ്ട്. ഇനി ഒരു 3 മിനിറ്റും കൂടെ വർക്ക് ചെയ്യാം. നമുക്ക് നമ്മുടെ സെലക്ട് ആൻഡ് ഡ്രോപ്പിൽ ഓർഡേഴ്സ് വല്ലതും ഉണ്ടാകും നോക്കാം. ഇല്ല ചേട്ടാ, ഇതിന് സെലക്ട് ആൻഡ് ഡ്രോപ്പ് എന്നാണ് പറയുന്നത്. ഞാൻ പിന്നെ ഓർഡർ ഫൈൻഡർ എന്ന് പറയുന്നതേ ഉള്ളൂ. എനിവേ നമുക്ക് നമ്മളെ വീട്ടിൻ്റെ അങ്ങോട്ട് പോകാം. പോണ വഴി ഏതെങ്കിലും ഓർഡർ കിട്ടുകയാണെങ്കിൽ എടുക്കാം. നമുക്ക് കുമാർ കഫേയിൽ അതുവഴി പോവാം. ചിലപ്പോൾ ഓർഡർ അടിക്കാൻ ചാൻസ് ഉണ്ട്, ഇല്ലെങ്കിൽ നേരെ വീട്ടിൽ പോകാം. വീട്ടിൽ പോയിട്ട് നോക്കാം ഇന്ന് എത്ര ഓർഡർ എടുത്ത് എത്ര രൂപ കിട്ടി, ഉച്ചയ്ക്കുള്ള ഇൻസെൻറ്റീവ് വല്ല കിട്ടിയാന്നൊക്കെ നോക്കാം. മമ്മി വിളിച്ച് പറഞ്ഞ് ചപ്പാത്തിയും കൂടെ വാങ്ങിച്ചോണ്ട് പോയാൽ. നമ്മളിതാ ഇവിടെ നിന്നാണ് ചപ്പാത്തി വാങ്ങിക്കുന്നത്. ഇവിടെ 4 രൂപയുള്ളൂ ചപ്പാത്തി. നമുക്ക് 5 ചപ്പാത്തി ഒരു കറിയും വാങ്ങിക്കാൻ പറ്റും. ഹായ് 5 ചപ്പാത്തി ഓരേ കറി. ഓ കറി സുബക്ക കറിയേ ഓർ ഇപ്പോഴത്തെ കറി? ഇപ്പോഴത്തെ കറിയാണോ അതോ രാവിലത്തെ കറി? ഇപ്പം എങ്കിൽ ഏക്കറി. हाँ एक कड़ले कर। हाँ बड़ी बड़ी पूरा बारिश है भाई, पूरा पूरा जगह बारिश। वो गर्मी है, बारिश है वो मतलब गर्मी है। हाँ हाँ दोनों। हाँ नहीं नहीं, वो घर का जाने के बाद वो गया। ओके तू गया? नहीं हाँ 4 बजे। ओके ചപ്പാത്തിയും കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അങ്ങനെ വീട്ടിലെത്തിച്ചേർന്നിരിക്കുകയാണ്. ആ വണ്ടി ചാർജിട്ട് വെച്ചിരിക്കുന്നു. ഈ വണ്ടി എടുത്ത് മാറ്റിയിട്ടാണ് മറ്റേ വണ്ടി കയറ്റി ചാർജിടാൻ വേണ്ടി. നമുക്ക് ചപ്പാത്തിയൊക്കെ കൊണ്ട് കൊടുക്കാം. ഇവിടെ ഓർഡർ വന്നാ എന്തൊക്കെയാണ്? ആളൊന്നും പുറത്തില്ല. ഇതെന്തൊരു 2 ഓർഡറാ? ഓ ഇതാ ചപ്പാത്തി. ഇവിടെ 2 ഓർഡർ വന്നിട്ടുണ്ട്. നമുക്ക് ആ ഓർഡറൊക്കെ എടുത്ത് കൊടുത്തിട്ട് നമുക്ക് ആഹാരം കഴിക്കാം. 2 ഓർഡറാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഓർഡർ വാട്ടർ മെലൻ കട്ടാണ് ഫസ്റ്റ് ഓർഡർ, അത് റെഡിയാക്കി വെച്ചല്ലേ. അടുത്തത് കട്ട് ഫ്രൂട്ട് 500 ഗ്രാം, പിന്നെ കുക്കുംബർ ക്യാരറ്റ് സലാഡ്, അതാണിപ്പോൾ റെഡിയാക്കുന്നത്. എനിവേ നമുക്കതൊക്കെ റെഡിയാക്കാം. അങ്ങനെ 3:15 ആയപ്പോൾ വീട്ടിലെത്തി. ഇന്ന് നമ്മൾ ഓടിയത് 7 ട്രിപ്പാണ്. 325 രൂപ കിട്ടി. ഇതാണ്ട് 50 രൂപ ഇൻസെൻറ്റീവ് കിട്ടിയിട്ടുണ്ട്. റെയിൻ സർജ് ഉണ്ടായിരുന്നു, 50 രൂപയാണ് റെയിൻ സർജ് കിട്ടിയത്. അങ്ങനെ എല്ലാ ഓർഡറിനൊന്നും റെയിൻ സർജ് കിട്ടിയില്ല. നമ്മൾ ഇറങ്ങിയപ്പോൾ വണ്ടിയിൽ 90% ചാർജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 63% ചാർജ് ബാക്കിയുള്ളൂ. 27% ചാർജ് ഉപയോഗിച്ച് 35 കിലോമീറ്ററാണ് നമ്മൾ ഓടിയത്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഓർഡേഴ്സ് ഒക്കെ ഉണ്ട്. 7 ഓർഡറൊക്കെ കിട്ടി. ഈ വീക്കെൻഡിലൊക്കെ ഇറങ്ങണ നല്ലൊരു പരിപാടിയാണ്. വെള്ളി ശനി ഞായർ ഈ ഒരു 3 ദിവസവും നല്ല ഓർഡേഴ്സ് ഒക്കെ കാണും. ഉച്ചയ്ക്ക് ഇറങ്ങിയാലും കാണും, വൈകുന്നേരം ഇറങ്ങിയാലും കാണും. പക്ഷേ രാവിലെ കാണില്ല. ഞാൻ ഞായറാഴ്ച കഴിഞ്ഞ ഒരു വ്ളോഗിൽ ഞായറാഴ്ച ഇറങ്ങി, രാവിലെ ഒട്ടും ഓർഡർ ഇല്ലായിരുന്നു. വീക്കെൻഡിലൊക്കെ വൈകുന്നേരം രാത്രിയൊക്കെ ഇറങ്ങിയാൽ നല്ല സൂപ്പർ ആയിട്ട് ഏൺ ചെയ്യാം. സോ ഇതായിരുന്നു നമ്മുടെ സാറ്റർഡേ ഉച്ചയ്ക്കുള്ള വീഡിയോ. നമ്മൾ എടുത്ത ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ 12 to 3, ഏകദേശം 3 മണിക്കൂറാണ് വർക്ക് ചെയ്തത്. പിന്നെ നമ്മൾ ഓടിയത് 35 കിലോമീറ്ററാണ്. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്തൊരു വീഡിയോ കാണാം.